പ്രിയമുള്ളവരെ, കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ കേരള പൊതുസമൂഹത്തിൽ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്തൊരു ശക്തിയായി സമീപകാലത്ത് വളർന്നിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായൊരു കാര്യമാണ്. അതിന് കാരണം നമ്മുടെ അഭിമന്യ പിതാക്കന്മാർ, നമ്മുടെ അൽമായ നേതാക്കന്മാർ ഒരു മനസ്സോടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങിയതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ നമ്മുടെ ഈ സമ്മേളനത്തിന് വേണ്ട എല്ലാ പ്രചോദനവും നമുക്ക് നൽകിയത് നമ്മുടെ ഇടയിലുള്ള അഭിമന്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. മാർ ജോസഫ് പാംപ്ലാനി പിതാവിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ എനിക്ക് ഈ പ്രഭാഷണം തുടങ്ങുവാൻ സാധിക്കുകയില്ല. കാരണം അഭിമന്യ പിതാവാണ് ഈ മലബാർ മേഖലയിൽ എന്ന് മാത്രമല്ല ഈ കേരളത്തിലുടനീളം കത്തോലിക്ക കോൺഗ്രസിനും കേരള സഭയ്ക്കും കൃത്യമായ ദിശാബോധം നൽകിക്കൊണ്ട് നമ്മുടെ സമുദായത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകര്, ഇവിടുത്തെ സർക്കാരുകള് അഭിമന്യ പിതാവിന്റെ ശബ്ദത്തിന് മുമ്പിൽ, അഭിമന്യ പിതാവിന് മുമ്പിൽ കാതോർക്കുന്നത് നമുക്കെല്ലാവർക്കും കാണാവുന്ന കാഴ്ചയാണ്. ആരാണ് ഈ പിതാവിന് ഇത്രയധികം ശക്തി നൽകിയത്? ഈ പിതാവിന് ഇത്രമാത്രം ശക്തി നൽകുന്നത് ഞാൻ പറയും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. കത്തോലിക്ക സമുദായത്തിലെ, ക്രൈസ്തവ സമുദായത്തിലെ ഓരോ അംഗവുമാണ് അഭിമന്യ പിതാവിലൂടെ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ പിതാവിനെ ശക്തനാക്കുന്നത്. അഭിമന്യ പിതാവിനെയും നമ്മുടെ സിനഡ് പിതാക്കന്മാരെയും സഭാ നേതൃത്വത്തെയും ശക്തിപ്പെടുത്തുന്നത് ശക്തമായ അൽമായ നേതൃത്വമുള്ളപ്പോഴാണ്. ബഹുമാനപ്പെട്ട രാജീവ് കൊച്ചുപറമ്പിൽ സാറ് നമ്മുടെ ഇടയിലുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ ആഗോള നേതാവാണ് അദ്ദേഹം. പാലാക്കാരനായ, നമ്മുടെയൊക്കെ തറവാടാണ് പാല എന്ന അഭിമാനത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കും. പാലാക്കാരനായ രാജീവ് സാറിലൂടെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകര് സഭാ നേതൃത്വത്തോട് ചേർന്ന് നിന്ന് ഒരു മനസ്സോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ ചരിത്രമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടത്. അത് അതിജീവന യാത്രയിലൂടെ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെയുള്ള സമരങ്ങളിലൂടെ, കളക്ടറേറ്റിനും സെക്രട്ടേറിയറ്റിനും മുമ്പിലുള്ള വിവിധങ്ങളായ ജനകീയ സമരങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായം ആരുടെയും പിന്നിലല്ല. ഈ നാട്ടിൽ നിർണായക ശക്തിയാണ് കത്തോലിക്ക സമുദായമെന്ന് പൊതുസമൂഹത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്. ആരെങ്കിലും വെള്ളം കൊണ്ട് തരുവാണ് പോരെ, ആരും ഇങ്ങോട്ട് നോക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുന്ന ഒരു രീതി മാറി മാറി വന്ന സർക്കാരുകൾ പിന്തുടർന്നു എന്നത് സംശയലേശമിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊരു മാറ്റം വന്നത് നമ്മുടെ അഭിമന്യ പാംപ്ലാനി പിതാവ് കത്തോലിക്ക കോൺഗ്രസ് സംഘടിപ്പിച്ച ആലക്കോട് വെച്ച് നടത്തിയ ബഹുജന റാലിയിലും സമ്മേളനത്തിലും വെച്ച് കർഷക വിഷയങ്ങൾ ഒന്നൊന്നായി എണ്ണി പറഞ്ഞുകൊണ്ട് സർക്കാരുകളോട് ആവശ്യപ്പെട്ടപ്പോഴാണ്. റബ്ബർ കർഷകന് വിലയില്ലാതെ കഷ്ടപ്പെടുന്നതിന്റെ നേർക്കാഴ്ച അവതരിപ്പിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് പറഞ്ഞു, 300 രൂപ ആര് ഞങ്ങൾക്ക് തരുന്നോ അവരെ ഞങ്ങൾ സഹായിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അതൊരു തുടക്കത്തിന്റെ നന്ദിയായിരുന്നു. എന്ത് തുടക്കത്തിന്റെയാണ്? കത്തോലിക്ക സമുദായത്തിലുള്ളവര്, ക്രൈസ്തവര്, കർഷകര് നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് ഗവൺമെന്റുകളോട് ആർജവത്തോടെ ആവശ്യപ്പെടുവാനുള്ള ശക്തി ആർജിച്ചു എന്നാണ് അഭിമന്യ പിതാവ് അവിടെ തെളിയിച്ചത്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. 140, 130 വരെ വില കുറഞ്ഞു പോയ റബ്ബറിന് ഇവിടുത്തെ സർക്കാർ 200 മുകളിൽ വില തരുവാൻ നിർബന്ധിതരായി. ആരുടെ വാക്കുമൂലമാണ്? നമ്മുടെ പിതാവിന്റെ വാക്കുമൂലമാണ്. നമുക്കൊരു കൈയടി കൊടുത്ത് അഭിമന്യ പിതാവിനെ പ്രോത്സാഹിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല ആധ്യാത്മിക രംഗത്തും നമ്മളെ നയിക്കുവാൻ കരുത്തനായ പിതാവാണ് നമ്മുടെ പിതാവ്. എറണാകുളം അതിരൂപതയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് കേരള സഭ, എന്തിന് വത്തിക്കാൻ പോലും ഇപ്പോൾ നോക്കുന്നത് അഭിമന്യ പാംപ്ലാനി പിതാവിനെ തന്നെയാണ്. അഭിമന്യ പിതാവിനോട്
എറണാകുളം അങ്കമാലി പ്രശ്നത്തിന് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു പരിഹാരമുണ്ടാകുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അഭിമന്യ പിതാവിന്റെ കരങ്ങൾക്ക് നമ്മൾ ശക്തി നൽകണം. മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോൾ ഇസ്രായേൽക്കാർ വിജയിച്ചു എന്ന് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പെരിയ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛൻ്റെയും നേതൃത്വത്തിൽ ഒരു കൂട്ടം വൈദികർ നമ്മുടെ മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ രാത്രി മുഴുവൻ ഇരുന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ച് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, പരസ്പരം പഴിചാരാതെ ദൈവകരുണയിൽ ആശ്രയിച്ച് അഭിമന്യ പിതാവിലൂടെ ദൈവം ആ അതിരൂപതയില് നമ്മുടെ സ്വന്തം സിറോ മലബാർ സമൂഹത്തിന്റെ അവിഭാജ്യമായ ആ അതിരൂപതയിൽ സമാധാനത്തിന്റെ ഒരു രംഗം സൃഷ്ടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസ് ആർക്കും അവഗണിക്കാൻ പാടില്ലാത്ത വിധം ശക്തിപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതല്ല. ഇന്നത്തെ മാധ്യമ രംഗത്ത്, ഇന്നത്തെ ഗവൺമെന്റുകളുടെ പ്രതികരണങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടത്തില് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, വളരെ പ്രത്യേകിച്ച് വനമേഖലകളില്, മലയോര മേഖലകളിൽ താമസിക്കുന്നവരുടെ ജീവനെ പന്താടുന്ന വിധത്തില് വന്യമൃഗങ്ങള് ഈ നാട്ടിലിറങ്ങി കൂത്താടിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട രാജീവ് സാറിന്റെ നേതൃത്വത്തില് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയോട് ബഹുമാനപ്പെട്ട രാജീവ് സാറും മറ്റ് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളും ഞാൻ ഉൾപ്പെടെ കേരള സമൂഹത്തിന് ദോഷകരമായി ഭവിക്കുന്ന നിർദ്ദിഷ്ട ജനദ്രോഹ വന നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവർത്തിച്ചതിന് ഗുണമുണ്ടായി. പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി അത് തള്ളിക്കളഞ്ഞു എന്നത് നമ്മുടെ വിജയമാണ്, കത്തോലിക്ക കോൺഗ്രസിന്റെ വിജയമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ സമുദായത്തിന് വേണ്ടി അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. കൂട്ടായ്മയാണ് പ്രധാനം. ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് സഭയ്ക്ക് സമാന്തരമായൊരു സംവിധാനമാണ് എന്ന്. അതങ്ങനെയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വം അഭിമന്യ പിതാക്കന്മാരും നമ്മുടെ ആത്മായ നേതാക്കളും തന്നെയാണ്. ഇവിടെ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആധ്യാത്മിക മേഖലയിൽ നമ്മുടെ ആധ്യാത്മിക ഗുരുക്കൾ നമുക്ക് മാർഗനിർദ്ദേശം തരുമ്പോൾ, ഭൗതികമായ, രാഷ്ട്രീയമായ, സാമൂഹ്യമായ, സാംസ്കാരികമായ മേഖലകളിൽ നമ്മുടെ ആത്മായ നേതാക്കൾ നമ്മളെ നയിക്കും, നമുക്ക് വേണ്ടി സംസാരിക്കും. അതിന് നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നേതൃയോഗം നമ്മുടെ ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അഭിമന്യ പിതാവും പെരിയ ബഹുമാനപ്പെട്ട ജനറാളച്ചനും മറ്റനേകം വൈദികരും ഇവിടെ സന്നിഹിതരാണ്. അവരൊക്കെ നമുക്ക് തരുന്ന പ്രോത്സാഹനത്തിന് നമ്മൾക്ക് അവരോട് നന്ദിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് നിൽക്കണം. വിഭജിച്ചു പോയാൽ, വിഘടിച്ചു പോയാൽ നമുക്ക് ശക്തിയില്ല. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ എടുക്കും. അഭിമന്യ പിതാവ് അതിനെക്കുറിച്ച് തീർച്ചയായും സംസാരിക്കും. ഇന്ന് ഒക്കെ നമ്മൾ കേട്ട ബജറ്റ് പ്രഖ്യാപനങ്ങളെ കുറിച്ച് നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അഭിമന്യ പിതാവിന് തന്നെ അതിനെക്കുറിച്ച് പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്, ബഹുമാനപ്പെട്ട രാജീവ് സാറ് അതിനെക്കുറിച്ച് പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഒരു വാക്കുകൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് അനേകം യുവജനങ്ങൾ ഇവിടെയുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ ചാർജ് ബഹുമാനപ്പെട്ട ട്രഷറർ നമ്മുടെ സുരേഷ് സാറിനെയാണ് ഏൽപ്പിച്ചത്. സുരേഷ് സാറ് ഈ കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട്, നമ്മുടെ അതിരൂപതയിലെ എല്ലാ പുറനകളിൽ നിന്നും തെരഞ്ഞെടുത്ത യൂത്ത് കൗൺസിലർമാരെ, യൂത്ത് കോർഡിനേറ്റർമാരെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകം സുരേഷ് സാറിനെ അഭിനന്ദിക്കുകയാണ്. ഒരു കൈയടി കൊടുക്കാം നമുക്ക്. 150ഓളം യൂത്ത് കൗൺസിലർമാര് ഇവിടെ ഇന്ന് ഉണ്ട്. കത്തോലിക്ക സമുദായത്തിന്റെ ശക്തരായ പോരാളികളായി ഒരു കത്തോലിക്ക യൂത്ത് ബ്രിഗേഡ് നമ്മൾ സ്ഥാപിക്കും. അതിന് തലശ്ശേരി അതിരൂപത ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ യൂത്ത് ബ്രിഗേഡിനെ കേരളത്തിലുള്ള എല്ലാ രൂപതകളിലേക്കും നമ്മൾ വ്യാപിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇനി പ്ലേറ്റും ഗ്ലാസും അന്വേഷിച്ച് നമ്മൾ പോകേണ്ടതില്ല. നമ്മുടെ കത്തോലിക്ക യുവജനങ്ങൾ നമ്മുടെ അഭിമന്യ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ, കത്തോലിക്ക നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സുസജ്ജമായിരിക്കുകയാണ്. ഇനി മുതൽ ഓരോ ഇഞ്ചും ഓരോ നിമിഷവും
നമ്മൾ ഒരുമിച്ച് ആലോചിച്ച് ധീരമായി ചുവടുവെപ്പുകളിലൂടെ ഈ കത്തോലിക്ക സമുദായത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് കത്തോലിക്ക കോൺഗ്രസ്.